ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ഗ്രാനി 1 ആണ് കളിക്കാൻ പോണത്. നമുക്ക് എൻ്റെ ഈ സബ്സ്ക്രൈബർ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഹൊറർ ഗെയിം ഗ്രാനി 1 ഒക്കെ കളിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും അവനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കയറ്റിയത്. ഗ്രാനി ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഗ്രാനി എവിടെയാണെന്ന് തപ്പാൻ വേണ്ടിയാണ്. എപ്പോഴും ഞാൻ ഗെയിമിൽ കയറുമ്പോൾ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിയിടും. എന്നിട്ടാണ് ഗ്രാനി എങ്ങോട്ടാണ് പോകണമെന്ന് ശ്രദ്ധിച്ചിട്ട് അതില്ലാത്തോടത്തേക്ക് നമുക്ക് പോവാം. എന്തായാലും ഇത് അത്യാവശ്യം വലിയ വീഡിയോ ആവാനാണ് സാധ്യത. കാരണം ഇത് 5 ദിവസം ഉണ്ട് ഈ ഗെയിമിൽ. ഈ 5 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. 5 ദിവസം കഴിഞ്ഞിട്ടും എസ്കേപ്പ് ആയില്ലെങ്കിൽ നമ്മ തോറ്റു പോകും. എന്തായാലും ഞാൻ ഇതിനു മുമ്പൊക്കെ ഈ ഗെയിം കളിച്ചിട്ട് ഞാൻ എസ്കേപ്പായി പോയിട്ടുണ്ട്. ബട്ട് ഇപ്രാവശ്യം പറ്റുമോയെന്ന് അറിയില്ല. കാരണം എന്തൊക്കെയോ സീൻ ഇപ്പോഴേ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എങ്ങനെ എസ്കേപ്പായെന്ന് വെച്ചാൽ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യും. ഗ്രാനി ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് പിന്നെ ഈ ഗ്രാനി നമ്മളൊന്നും ചെയ്യില്ലല്ലോ. അങ്ങനെ ഞാൻ കുറേ എസ്കേപ്പായിട്ടുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒന്ന് അത്യാവശ്യം ലോങ് വീഡിയോ ആയിരിക്കും. പല ഭാഗം കട്ട് ചെയ്ത് കളയണ്ടേ. കാരണം ലോങ് വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ തന്നെ അത്യാവശ്യം നല്ല നേരം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ വീഡിയോ ആയാലും അത്യാവശ്യം നല്ല നേരം എടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ വീഡിയോ ഒക്കെ അപ്ലോഡായി കഴിയാൻ നല്ലോണം ടൈം എടുക്കുകയാണ്. ഞാൻ ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതൊന്നും സീനില്ല. ഞാൻ ഒരേ സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് ആദ്യം തുറന്നു നോക്കാം. ഇവിടെ ഷോട്ട് ഗണ്ണിൻ്റെ ഒരു പാർട്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കുക, ഞാൻ എന്തായാലും മറക്കും. ഞാൻ വേഗം കയറിപ്പോട്ടെ. ഗ്രാനി വരലാണ് ഭയങ്കര സീൻ. ഗ്രാനി വന്നാൽ പിന്നെ ബാഗിൽ കൂടെ ഇങ്ങനെ നടന്നു പോകും. ഓക്കെ, പോകാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് എന്തായാലും വേഗം ഇവിടെ നിന്ന് പോവാം. ഓക്കെ, ഇതിൻ്റെ അകത്തേക്കൊന്നും ഗ്രാനിക്ക് കയറാൻ പറ്റില്ല. ഇവിടെ വേറൊരു ഷോട്ട് ഗണ്ണിൻ്റെ പാർട്ട് ഇരിക്കും. നമുക്ക് ഇതും കൊണ്ട് നേരെ ഷോട്ട് ഗണ്ണ് ഉണ്ടാക്കാൻ പോവാം. നമുക്ക് 2 പാർട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. 3ാമത്തെ പാർട്ടും കൂടി നമുക്ക് കിട്ടിയാൽ മതി. ഓക്കെ ഓക്കെ ഇവിടെ നമുക്ക് നേരെ ഈ ഷോട്ട് ഗണ്ണിൻ്റെ പാർട്ട് എടുത്തിട്ട് പോവാം. അതിന് മുമ്പ് ഇവിടെ വേറൊരു സ്വിച്ച് ഉണ്ടായിരുന്നു. കിട്ടി. ഇത് നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് എന്തുറ്റാന്ന് നോക്കാം നമുക്ക്. ഇതെന്തുറ്റാ? വെൽക്രാങ്ക. ഓക്കെ, വെൽക്രാങ്കിൻ്റെ ആവശ്യം വരില്ല എന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് നോക്കട്ടെ. ഗ്രാനി പോയാ? അത് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നോ? എവിടെ ഗ്രാനി അമ്മച്ചി? എവിടെ പോയി? അത് പോയിന്നാ തോന്നണം കേട്ടോ. അവിടെ കാണില്ല. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ എന്തായാലും ഈ ഗ്രാനി ഇവിടെ നിന്ന് പോകണം. എന്നാലേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. മാക്സിമം നോക്കട്ടെ. നമ്മളെന്തായാലും ഇവിടുന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ലോണം സ്പീഡിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പണി വരും. ഇനിയിപ്പോൾ അത് വീണതിൻ്റെ സൗണ്ട് ഇട്ടിട്ട് എന്തായാലും ഇങ്ങോട്ട് വരും. ഇതൊക്കെയാണ് ഇടങ്ങേറ്. കുറേ ടൈം എടുക്കും ഇനി അത് ഇന്ന് വരാൻ. നമുക്ക് അതിൻ്റെ അടുക്ക് ഇങ്ങോട്ട് പോയാലോ? നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരും. വേണ്ട, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ അപ്പം ഇങ്ങോട്ട് വരും. ഓക്കെ ഓക്കെ ഇപ്പം എന്തായാലും എടാ ഈ ഗ്രാനി എവിടെ നിന്ന് കഴിച്ചു പോടേ. എനിക്ക് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നേരെ ഇവിടെ നിന്ന് എസ്കേപ്പായി പോകാനുള്ളതാണ്. ഗ്രാനി ഇവിടെ വന്ന് നിന്ന് അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് പണി കിട്ടും. നമുക്ക് എന്തായാലും ഇവിടെ കൊണ്ടുവെക്കാം. ഇനി സെക്കൻഡ് പാർട്ട് നമുക്ക് വേറൊരു പാർട്ട് കൂട്ടിയിട്ടാവും. ഈ വണ്ടിയിൽ നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എൻജിൻ പാർട്ട്, ബാറ്ററി, സ്പാർക്ക് പ്ലഗ് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് ഈ വണ്ടിയിൽ എസ്കേപ്പ് ആവാം. അല്ലെങ്കിൽ നമുക്ക് ഒരേ സംഭവം കിട്ടണതനുസരിച്ചിരിക്കും നമുക്ക് ഏത് വഴി എസ്കേപ്പ് ആവാം. 3 വഴി എങ്ങാണ്ടാണെന്നുണ്ട് എസ്കേപ്പ് ആവുന്ന വഴി. ഞാൻ 3 വഴിയേ മാത്രം എസ്കേപ്പ് ആയിട്ടുള്ളൂ ഇതുവരെ. വേറെ വല്ല വഴി ഉണ്ടോയെന്നാവോ. ഒന്ന് ഈ കാറ് വഴി എസ്കേപ്പ് ആകാൻ പറ്റും. പിന്നെ മെയിൻ ഡോർ വഴി അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ പറ്റും.
പിന്നെ സ്പൈഡറിൻ്റെ ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എന്തായാലും നോക്കട്ടെ. അവിടെ ഷോർട്ട് ഗണ്ണിലിടേണ്ട അവിടെ ഇരിക്കണത്. ഓക്കെ, ഇവിടെ ഒരു ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ടി ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അതുകൂടെ കൊണ്ടുവെക്കാം. പിന്നെ വേറൊരു പാർട്ടും കൂടി വേണം ഷോർട്ട് ഗണ്ണിൻ്റെ. ആ പാർട്ട് കിച്ചണിലും കണ്ടല്ലേ ഇരുന്നിരുന്നത്. കിച്ചണിക്ക് പോവാ, കിച്ചണിക്ക് പോവാം. അതാ ഗ്രാനി ഇവിടെ ഇടയിലുണ്ടോ? നമുക്ക് എന്തായാലും വേഗം പോകണം. ഓക്കെ, കിച്ചണിക്ക് പോകണം. ഈ വഴിയേ പോവാം. എന്നിട്ട് അവിടെ ഒരു സ്ഥലമുണ്ട്, ആ ജനല വഴി നമുക്ക് വേഗം ചാടി അങ്ങോട്ട് പോവാം. ഇതെന്തൊരു നോട്ടീസാ, അതൊക്കെ അവിടെ കിടക്കട്ടെ. എന്തായാലും ഇവിടുന്ന് വേഗം തന്നെ പോകണം. ഇനി എല്ലാതും ഫാസ്റ്റിൽ തന്നെ ചെയ്യണം, വെരി ഫാസ്റ്റ്. നമുക്കിവിടുന്ന് വേഗം എസ്കേപ്പ് ആവണം. ഓക്കെ, നമുക്കിവിടെ 2 എന്നൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നാൽ സ്പൈഡറിൻ്റെ സ്ഥലത്ത് പോയിട്ടൊരു ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റിൽ കയറിയിട്ട് നേരെ പോയിട്ടൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ 2 എന്നുള്ള നമ്പറിലുള്ള ബോക്സാണ് നമുക്ക് തുറക്കേണ്ടത്. 1 നിൽക്കിയാൽ നമ്മൾ എന്തായാലും പൊട്ടിത്തെറിക്കും ആ ബോക്സ്, അപ്പോൾ നമ്മളും ചാവും. അപ്പോൾ എല്ലാ കളിയിലും ഈ 2 തന്നെ പറയാൻ പറ്റില്ല. ഇതൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അയ്യോ, ഞാനിവിടെ വന്ന് നമ്മളെ കാണാണ്ടിരുന്നാൽ മതിയായിരുന്നു. കണ്ടാൽ നമ്മൾ ഇവിടെ നിന്ന് എൻ്റെ വടി കൊണ്ട് അടി കൊള്ളേണ്ടി വരും. ഓക്കെ, അത് പോയി, ഭാഗ്യം. നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടി പോയി മണിയടിക്കാം. അപ്പോൾ ഒന്നുകൂടി ഇങ്ങോട്ട് വരും. എന്നിട്ട് നമുക്ക് അതിങ്ങോട്ട് വരുന്ന ഓൺ ദ സ്പോട്ടിൽ നമുക്ക് എടുത്ത് ചാടിയിട്ട് ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ട് എടുത്തുകൊണ്ട് നേരെ ഓടിപ്പോവാം. ഓക്കെ, നമുക്ക് എന്തായാലും എടുത്ത് മണിയടിക്കുക. ഓക്കെ, അത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോവാം. അത് തുറക്കണുണ്ടെന്നാണ് തോന്നണേ. ഓക്കെ, ഇതെന്ത് വരാത്ത. ഓക്കെ, ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ട് കിട്ടിയിട്ടുണ്ട്. യെസ്, ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ലല്ലോ. ഞാൻ വിചാരിച്ച ടേബിളിൻ്റെ അടിക്ക് കയറാൻ പറ്റുന്നു, അപ്പം അതും പറ്റണില്ല. ഞാനിങ്ങോട്ട് വന്നാൽ പണി പാളും. ഓക്കെ, നമ്മളെ കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങി ഓടാം, അതേ ഇവിടെ നിന്ന് പറ്റുള്ളൂ. അയ്യോ, പക്ഷേ ആ ടേബിളിൻ്റെ അടിക്കൊക്കെ പോകാൻ പറ്റുമായിരുന്നു. എന്തായാലും ഇവിടെ കുളിച്ചിക്കാം. ഓക്കെ, ഞാൻ അത് വന്നോല. അവിടെ പോയി ഏമാഗ്രാനി തിരക്കുണ്ട്. ഞാൻ വന്നിട്ട് അങ്ങോട്ടേലൊക്കെ ഓടിപ്പിക്കോ. അതിപ്പോൾ ഇങ്ങൊന്നും വരില്ല എന്നുണ്ട്. നമുക്ക് വേഗം ഇങ്ങോട്ട് പോവാം. ഷോർട്ട് ഗൺ ഉണ്ടാക്കിയിട്ട് വേഗം വരാം. ഈ പാട്ടും കൂടി അവിടെ കൊണ്ടുവച്ച് ഷോർട്ട് ഗൺ റെഡിയാവും. ഓക്കെ, നമുക്കിനി ഇവിടുന്ന് ഷോർട്ട് ഗണ്ണിൽ 2 ഉണ്ടയും കൊണ്ട് നേരെ നമ്മുടെ ഗ്രാനിനെ ഇങ്ങോട്ട് വിളിപ്പിക്കണം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു ഇതുണ്ട്, നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റില്ല കാരണം എൻജിനൊന്നുമില്ല. നമുക്ക് ഇവിടെ ഒരു ഡോർ കാണില്ലേ, ആ ഡോറിൻ്റെ അകത്ത് കയറിയിട്ട് നേരെ ഗ്രാനിനെ അങ്ങോട്ട് വിളിപ്പിക്കാം. നമുക്ക് ഈ തോക്ക് നേരെ അവിടെ കൊണ്ടിടാം. അതെ, ഈ ഡോറ് തുറക്കാം നമുക്ക്. എന്നിട്ട് ഗണ്ണ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുക, അപ്പോൾ സൗണ്ട് ആയിക്കുമല്ലോ. അപ്പോൾ ഗ്രാനി ഇങ്ങോട്ട് വരും. ഓക്കെ, ഗ്രാനി ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് ഓണാക്കിയിടാം. ഇനിയിപ്പോൾ എന്താ നടക്കാൻ പോകണമെന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, അത് ഇനി വരട്ടെ. പിന്നെ ഇല്ലല്ലോ, ഇവിടെ വേമ. ഓക്കെ, ഞാൻ വരുന്നുണ്ട്. അതങ്ങോട്ട് കയറി. നമ്മൾ ഭയത്തിന് വേണ്ടിയില്ല. നമുക്ക് വേഗം ഈ ഡോർ അങ്ങോട്ട് അടയ്ക്കാം, ലോക്ക് ചെയ്യാം. ഈ സാധനം ഓൺ ആക്കിയോണ്ട് പിന്നെ ഇവിടെ നിറച്ച് പുക നിറയും. അതുകൊണ്ട് തന്നെ ഗ്രാനിക്ക് ചാവാനുള്ള ടൈമായി. ചാവലല്ല, ജസ്റ്റ് 1 മിനിറ്റത്തേക്ക് അങ്ങോട്ട് ബോധം കെടുന്നാണ് തോന്നണേ. 1-2 മിനിറ്റാണ്. നമുക്ക് നോക്കട്ടെ. ഓക്കെ, 1 മിനിറ്റത്തേക്കാണ് ബോധം കെട്ടേ. ഓക്കെ, നമുക്കിനി തുറന്നാലും ഗ്രാനി ഇവിടുന്ന് നമ്മളൊന്നും ചെയ്യില്ല. അങ്ങോട്ട് മാറിക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകാം. കാരണം ഗ്രാനി 1 മിനിറ്റിനുള്ളിൽ റീസ്പോൺ ആവും. അതിന് മുമ്പ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വേഗം തീർക്കണം. ഓക്കെ, നമുക്കിപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. സ്ക്രൂ ഡ്രൈവറിനൊക്കെ നമുക്ക് വേണ്ടി വെക്കാം. അപ്പോൾ കാരണം അവിടെ കൊണ്ടുവെക്കണം. ഓക്കെ, നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവറും കൊണ്ട് നമുക്ക് നേരെ വേഗം തന്നെ അങ്ങോട്ട് പോവാം.
ഇവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തുറക്കണ ഒരു സംഭവമുണ്ട്. ഓക്കേ, ഇങ്ങോട്ടൊന്നും വരാൻ സാധ്യത കുറവാണ്. അടുക്കിട്ടൊക്കെ വരുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് തുറക്കാം. വേഗം തുറക്കാം. ഓക്കെ, റെസ്റ്റി പാഡ്ലോക്കിയാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കണതിൻ്റെ ഇതിൽ നിന്ന്. അങ്ങനെ നമുക്ക് സ്പൈഡറിൻ്റെ വഴി എസ്കേപ്പ് ആവാൻ ഇപ്പോൾ ഞാൻ തീരുമാനിച്ചേക്കണം. കാരണം റെസ്റ്റി പാഡ്ലോക്കിയൊക്കെ നമുക്ക് അവിടെയാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് എന്തായാലും ഇതങ്ങോട്ട് തട്ടിയിടാം. ഇത് തട്ടിയിട്ടപ്പോൾ സൗണ്ടൊന്നും കേൾക്കണില്ലല്ലോ. ഗ്രാനിയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പിന്നെ നമുക്ക് വേഗം ആ ഗ്രാനി അങ്ങോട്ട് പോണേന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് വേറെ വഴിയൊക്കെ പോകാമല്ലോ. നമുക്ക് ചിലതിനെ കളിപ്പിച്ച് നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതനുസരിച്ച് നമ്മൾ ബാക്കിൽ ഇറങ്ങുകയാണെങ്കിൽ അത് നമ്മുടെ പിറകിൽ കൂടെ വരും. അതിൽ ഈ വഴി ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് കളിപ്പിച്ചാൽ മതി. നമുക്ക് വേഗം തന്നെ കളിയിൽ നിന്ന് എസ്കേപ്പായി പോകണം. ഓക്കെ, നമുക്കൊന്നുകൂടി ഇതാക്കാം. ഓക്കെ, ഇതൊന്നും പോയായിരുന്നേൽ ഫോണിലല്ലോ ഇത്. വേഗട്ടെ. അയ്യോ, താക്കോല് പോയാ ഇവിടെ. കിട്ടി. ഈ ഗ്രാനിത്താളൊന്ന് പോയായിരുന്നു, നമുക്ക് വേഗം പോവായിരുന്നു. ഓക്കെ, വേഗം പോട്ടെ. നമുക്ക് ഗ്രാനിനെ ഹിപ്നോട്ടൈസ് ചെയ്യാറുന്നല്ലേ. ഈ ഗ്രാനി വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കളിയിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള ടൈം നല്ലോണം കുറയും. കാരണം എനിക്ക് പേടിയാവും. ഗ്രാനി വന്ന് തലക്കടിക്കുമ്പോൾ എന്തോ പോലെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ ഈ റെസ്റ്റി പാഡിലേക്ക് നമുക്ക് നേരെ കൊണ്ട് നമ്മുടെ സ്പൈഡറിൻ്റെ അടുത്തേക്ക് പോണ ആ വഴിയിൽ കൊണ്ടിടാം. അതിട്ടപ്പോൾ ആ സൗണ്ട് കേട്ടല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും വേഗം നോക്കാം. ഗ്രാനി ഇങ്ങോട്ട് വന്നാൽ നമ്മൾ കാണൂലേ? ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കാണാണ്ടിരുന്നാൽ മതിയാണ്. കണ്ട്. ഓക്കെ, തലക്കടിച്ചിട്ടുണ്ട് ഗൈസ്. ഇതത്ര സീനില്ല. സർപ്രൈസൊക്കെ ആയിട്ട് വേഗം വന്നിട്ട് തലക്കടിയില്ല. അപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോവുക. പിന്നെ കുറേ നാളെ ഞാൻ കളിച്ചിട്ട്, ആദ്യമൊക്കെ കളിക്കുമ്പോൾ ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂല. ആ ബെഡിൻ്റെ അടിയിൽ തന്നെ ഇരിക്കും. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഹിപ്നോട്ടൈസ് ചെയ്ത് നോക്കുക. അല്ലാണ്ട് വേറെ കാരണമൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഗ്രാനിനെ ഹിപ്നോട്ടൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കളിയിൽ നിന്ന് തന്നെ എസ്കേപ്പ് ആകാൻ ഭയങ്കര പാടാവും. നമുക്ക് നോക്കട്ടെ ഗ്രാനി എവിടെയാണ്. ഗ്രാനി ഒന്നില്ലെങ്കിൽ താഴ്ത്തുനിന്ന് വരും, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് വരും, അല്ലെങ്കിൽ ഈ 2 റൂമിൽ നിന്ന് എവിടെ നിന്നേലൊക്കെ പുറത്തേക്ക് ഇറങ്ങും. ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്കിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ താഴ്ത്തുനിന്ന് വന്നിട്ട് ഒറ്റ അടി. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഹിപ്നോട്ടൈസ് ചെയ്തതിനെ. ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ എന്തായാലും നല്ല സ്പീഡിൽ തന്നെ ചെയ്യണം. ഓക്കെ, കളി കാണിയിട്ടുണ്ട്. ഇതിനും സ്പീഡിലാക്കണം. ഞാൻ ആദ്യമൊക്കെ കളിച്ചിരുന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പതുക്കായാലും നിൽക്കിയാൽ മതിയായിരുന്നു. ഇതെന്ന് വെച്ചാൽ പരസ്യം സാധാരണ എനിക്ക് ജസ്റ്റ് ഇങ്ങനെ പതുക്കായാലും ചെയ്താൽ അത് ഈ ഗ്രാനി കൊണ്ട് ഹിപ്നോട്ടൈസ് ആവുമായിരുന്നു പണ്ടൊക്കെ. ഇപ്പം എന്താ പറ്റാവും. ഇനിയിപ്പോൾ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ലാവോ? നമുക്കൊന്നുകൂടി ട്രൈ ചെയ്യാം. ഫസ്റ്റ് തന്നെ പാളിപ്പോയി. നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും കുറച്ച് ദിവസം കൂടി 2-3 ദിവസം കൂടി ഇല്ലേ. നമുക്ക് നോക്കാം. നമുക്കിപ്പോഴൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്ര സ്പീഡിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ചിലപ്പോൾ ശരിയാവും. ഇനിയിപ്പോൾ അത് വരാൻ കാത്തിക്കണമല്ല. ഇപ്പോൾ ഓക്കെ, ഇപ്പോഴേ ചെയ്യാം. ഓക്കെ, നല്ലോണം സ്പീഡിൽ തന്നെ ചെയ്യണം. ഓക്കെ. ഇത് മതിയാവുമായിരിക്കില്ലേ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ഗ്രാനി ഇവിടെ നനങ്ങൂല. ഗ്രാനിക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ഗ്രാനി ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് നിന്നോളും. പ്രതിമനെ പോലെ ഇവിടെ നിന്നോ. ഞാൻ പോയി വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് വരാം. ഇത് ചെറിയൊരു ജനും കൂടി ഉണ്ട് ഗൈസ്. നമ്മുടെ സ്പൈഡറിൻ്റെ ഒരു സ്ഥലമുണ്ട്. സ്പൈഡറിൻ്റെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്പൈഡറിന് വെടി വെച്ചാലോ ഇങ്ങനെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അത് അനങ്ങാണ്ട് നിൽക്കാൻ അതിന് പറ്റൂല. അതാണ് നമ്മൾ എത്ര ചെയ്താലും ആ
ഇത് ആകെ സ്പൈഡറിന് നമ്മളെ കൊല്ലണം. നമ്മൾ അതിൻ്റെ വായക്കിട്ട് ഇങ്ങനെ ഇതാക്കും. അതാണ്. അതായത് നമുക്ക് ബാറ്ററി കിട്ടിയിട്ടുണ്ട്. സ്പൈഡറിന് നമുക്ക് കൊല്ലാനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സ്പൈഡറിനെ തോക്കുകൊണ്ട് ഇപ്പോൾ വെടി വെച്ചിട്ടും കാര്യമില്ല. ഞാൻ എന്തായാലും വീഡിയോ കാണിക്കാതെ വീഡിയോയിൽ ഞാൻ കാണിക്കുക ഇത് എങ്ങനെയാണ് ഈ സ്പൈഡറിനെ വെടിവെച്ചാലുള്ള അവസ്ഥ. എന്തായാലും ബാറ്ററി കൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി സ്പാർക്ക് പ്ലഗ് ഞാൻ അവിടെ കണ്ടതായിരുന്നു. എന്തായാലും പോയിട്ട് സ്പാർക്ക് പ്ലഗ് എടുത്തിട്ട് വരാം. ഓക്കെ, സ്പാർക്ക് പ്ലഗ് മറ്റേ വഴി പോയാൽ സിമ്പിളായിട്ട് കിട്ടുമായിരുന്നല്ലേ. മറന്നു. ഈ കളിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. ഇപ്പോൾ വീഡിയോയിൽ അത്ര പേടി കാണിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല പേടിയുണ്ട്. കാരണം എത്ര കളിച്ചാലും എനിക്ക് പേടി പറഞ്ഞില്ല. എന്താണാവോ? നിങ്ങൾക്ക് അങ്ങനെ കളിക്കുമ്പോൾ അങ്ങനെ പേടിയുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യാം. എല്ലാവർക്കും പേടി കാണും, അത് ഉറപ്പാണ്. എന്തായാലും എനിക്കുണ്ട് പേടി. ഞാൻ ഇതാൾക്കിട്ട് പണ്ട് കളിച്ച് ചേർന്നപ്പോൾ ഫോൺ എറിഞ്ഞിട്ടിട്ടൊക്കെയാണ് പോകല്. അത് പെട്ടെന്നൊക്കെ പേടിക്കുമ്പോൾ അതാണ് സീൻ. എന്തായാലും ഇനി അടുത്ത സാധനം തപ്പി നോക്കാം. അത് നമുക്ക് എഞ്ചിനാണ്. എഞ്ചിൻ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. സ്പൈഡറിൻ്റെ അടുക്ക് പോകണ സ്ഥലത്തല്ലേ, ഇവിടെ അല്ലേ? ഓക്കെ, നമുക്ക് എഞ്ചിൻ പാർട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് നേരെ അവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വ്രഞ്ച് വേണമെന്ന് പറയും അവർ. ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി വരും. അതാണ് ഈ ഗെയിമിൻ്റെ പ്രത്യേകത. ഇതൊന്നും അങ്ങോട്ട് കയറാൻ പറ്റാത്ത. ഓക്കെ, നമുക്ക് എന്തായാലും വേഗം ഇങ്ങോട്ട് കയറാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിവിടെ വ്രഞ്ച് കൊണ്ടല്ല ടൈറ്റ് ആക്കണം. ഇനിയിപ്പോൾ വ്രഞ്ച് പോയതപ്പോൾ നമുക്ക് അതും കൂടി ചെയ്താൽ പിന്നെ ഫ്യൂലും കൂടി കൊടുത്താൽ നമുക്ക് വണ്ടി എടുത്ത് പോകാമെന്നാണ് തോന്നണേ. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാവുമോ? ഇതിൻ്റെ അകത്തൊന്നുമില്ല. വേഗം അടുത്ത സ്ഥലത്തേക്ക് പോവാം. അതെന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. അതിവിടെ ഒരു ബുക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, ബുക്ക് കൊണ്ടിട്ട് മുകളിൽ പോയിട്ട് വെക്കാം. മുകളിലൊരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് സ്പൈഡർ കീ കിട്ടും. സ്പൈഡറിൻ്റെ സ്ഥലത്തേക്ക് പോകാനുള്ള താക്കോൽ കിട്ടും. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു ലിവർ പിടിച്ച് നീക്കാം. ഓക്കെ, അപ്പോൾ ഇത് തുറന്നു വരും. ഓക്കെ, നമുക്ക് എന്തായാലും ബുക്ക് ഇവിടെ വെക്കാം. ഈ തൂങ്ങിക്കിടന്ന് തന്നെ നമ്മളൊന്നും ചെയ്യില്ല എന്നാണ് തോന്നണേ. നമുക്ക് എന്തായാലും നോക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ പോവാം. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല എന്നാണ് തോന്നണേ. ഇവിടെ ഒരു പെയിൻറ്റിങ് എടുക്കുന്നുണ്ട്, അല്ലാണ്ടൊന്നുമില്ല. ഓക്കെ, നമുക്കിനി ഗ്രില്ലിൻ്റെ അവിടെ എന്ത് വിറ്റണാവോ? എന്തോ ഒരു താക്കോല് പോലെ തോന്നുന്നുണ്ട്. ഞാൻ ഫ്രഞ്ചാണ്. ആദ്യമൊക്കെ കളിച്ചിരുന്നപ്പോൾ ഈ സാധനം ഞാൻ കാണില്ല. നേരെ കൊണ്ട് ചാടിക്കൊടുക്കും, നേരെ നിലത്തെടുക്കും, ചാവും. ഓക്കെ, അതെന്തായാലും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോഴൊന്നും ആവില്ല എന്നുണ്ട്. നമുക്ക് അടുത്ത സാധനങ്ങളൊക്കെ വെക്കാം. ഓക്കെ, കട്ടിംഗ് പ്ലേയേഴ്സ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ കട്ടിംഗ് പ്ലേയേഴ്സും കൊണ്ട് പോവാം. മാർക്കി തള്ളേ, പോകാൻ പറ്റുന്നില്ല. ഓക്കെ, സ്പൈഡർക്ക് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയിട്ട് കട്ടിംഗ് പ്ലേയേഴ്സ് കൊണ്ട് അവിടുത്തെ വയറും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് നമുക്ക് സ്പൈഡർക്ക് എടുത്തിട്ട് പോവാം. ഓക്കെ, ഒന്ന് ഈ വയറാണ്. പിന്നെ അടിയിലേക്ക് പോവാം. നമുക്ക് അടിയിൽ പോയിട്ട് ഇവിടെ ഒരു വയറുണ്ട്, അതും കൂടി കട്ട് ചെയ്താൽ നമുക്ക് അവിടുത്തെ ആ ഒരു സെറ്റ് കഴിഞ്ഞു. നമുക്ക് ഇവിടെ എന്തായാലും ഓക്കെ, കട്ടിംഗ് പ്ലേയേഴ്സ് ഇവിടെ ഇടാം. ഓക്കെ, ഇത് വണ്ടിയിൽ വയ്ക്കേണ്ട സാധനമില്ല. ഓക്കെ, നമുക്ക് ഇത് വണ്ടിയിൽ വയ്ക്കേണ്ട സാധനമാണ്. എന്തായാലും നമുക്ക് ഇവിടെ കൊണ്ടിടാം. കാരണം ഇത് കാക്കി കിട്ടിയാലേ നമുക്ക് ഈ ഡിക്ക് തുറക്കുള്ളൂ. ഡിക്കിലാണ് ഇതിൻ്റെ ഇത് ഫ്യൂലും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. ഓക്കെ, എന്തായാലും ഇനി കാർക്കി തപ്പണം. നമുക്ക് വേഗം തന്നെ ചെയ്യാം. കാരണം ഇപ്പോൾ ഗ്രാനി ഹിപ്നോട്ടൈസ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇത് വേഗം തന്നെ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ. സ്പെഷ്യൽ കീ വേണ്ട. ഇതൊക്കെ നമ്മൾ തുറന്ന അല്ലല്ലേ? അതേ പാഡ്ലോക്ക്. ഇതെന്താ ടൈം? ഓക്കെ, പാഡ്ലോക്ക് കോഡ് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് മെയിൻ ഡോർമ കൊണ്ട് വെക്കാം. കിട്ടണ സാധനങ്ങൾ ഓരോന്നും കൊണ്ടിട്ട് അതിൻ്റെ
ഒരു സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കുക. അല്ലാണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മൾ തുറന്നതല്ലേ, എന്നാലും ജസ്റ്റ് തുറന്ന് വെക്കുക. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സാധനങ്ങളൊക്കെ പോയി തപ്പാം. നമുക്ക് ഇനിയിപ്പോൾ അടുത്ത സാധനം എന്താ, നമുക്ക് ഷോട്ട് ഗൺ എടുത്തിട്ട് പോവാം. ഓക്കെ, ഷോട്ട് ഗൺ എടുത്തിട്ട് നമുക്ക് ഈ വഴി ചാടാം. എന്നിട്ട് ഈ ഒരു ഗ്രില്ല് കൊണ്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു സീക്രട്ട് റൂം ഉണ്ട്. പക്ഷെ അത് തുറക്കണമെങ്കിൽ നമുക്ക് ഒരു വെപ്പൺ കയ്യിലുണ്ടാവും. ആ വെപ്പൺ കയ്യിലുണ്ടാവണമെങ്കിൽ മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. കാരണം ആകെ എടുക്കുന്ന ഒരു ലിവറില്ലേ, അത് നമുക്ക് നമ്മൾ ഷൂട്ട് ചെയ്യാം. എന്നാലും ഈ ഡോറ് തുറയില്ല, അല്ലെങ്കിൽ തുറയില്ല. ഇതാറ്റ അസ്ഥിക്കൂടൊക്കെ ആരുടെയൊക്കെ അസ്ഥിക്കൂടുണ്ട്. ഇത് മുമ്പ് ഉണ്ടായിരുന്ന ഗ്രാനി കൊന്നിട്ട് ഇവിടെ കൊണ്ടിട്ട്, അതാണ് ഇപ്പോൾ ഇങ്ങനെ. ഈ വുഡൻ സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കാക്കയുടെ കൂട്, അതിൻ്റെ അകത്ത് റിമോട്ട് കൺട്രോളാണ്. റിമോട്ട് കൺട്രോൾ കൊണ്ട് വലിയ ഉപകാരമില്ലെന്നാണ് തോന്നുന്നത്. കാരണം റിമോട്ട് കൺട്രോൾ കിട്ടിയിട്ട് നമ്മൾ അവിടെ പോയിട്ട് മറ്റേ എന്ത് ചെയ്യുന്നു, ആ റൂമിൽ പോയാൽ പെപ്പർ സ്പ്രേ എങ്ങാനും കിട്ടുള്ളൂ. വേറെ ഉപകാരമൊന്നുമില്ല. എങ്ങാനും ഭാഗ്യം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടും. നമുക്ക് വുഡൻ സ്റ്റിക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് സ്പൈഡറിൻ്റെ അവിടെ ഒരു സ്ഥലമുണ്ട്, അതിനായിട്ടാണ് നമുക്ക് ഈ വുഡൻ സ്റ്റിക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ കൊണ്ടുവിടാം. ഓക്കെ, ഇനിയിപ്പോൾ കട്ടിങ് പ്ലേയേഴ്സ് അല്ലല്ല, ചെയിൻ കട്ടറും കൂടി കിട്ടിയാൽ നമുക്ക് നേരെ നമുക്ക് മറ്റേ വഴി സ്പൈഡറിൻ്റെ വഴി നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തൊന്നുമില്ലല്ലേ. നമുക്ക് ഈ വീട് മൊത്തം അരിച്ചു പറക്കണം, എന്നാലേ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, വേഗട്ടെ. നമുക്ക് സ്പൈഡർ ഗെയിം കൊണ്ട് ഇപ്പോൾ പോവാം. കിട്ടേണ്ട സാധനങ്ങൾ അപ്പം ചെയ്തില്ലെങ്കിൽ ഭയങ്കര പണിയാവും ഇനി. ഓക്കെ, വേഗട്ടെ. നമുക്ക് വേഗം ഇതിന് ഭയങ്കര സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. കുറച്ച് സ്പീഡിൽ നടക്കണം നമുക്കൊക്കെ. അത് പോയി. അയ്യോ, എന്തായാലും ചാടി സ്ഥിതിക്ക് എന്തായാലും നമുക്ക് നോക്കാം. എന്നിട്ട് ഇതും കോഗ്വീലാണെന്നുണ്ട്. കോഗ്വീലിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നണേ. നമുക്ക് ഇങ്ങോട്ട് ചാടാൻ എന്തായാലും തിരിച്ചെന്തായാലും മുകളിലേക്ക് ചാടാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഈ വഴി അങ്ങോട്ട് പോവാം. വഴി പോയാൽ നമ്മുടെ ഗ്യാരേജ് എത്തും. ഗ്യാരേജിക്ക് ഇപ്പോൾ പോകണ്ട, നമുക്ക് എന്തായാലും വേറൊരു സ്ഥലമുണ്ട് ഇവിടെ. അവിടെ എന്തായാലും കിട്ടുമോ നോക്കാം. ഓക്കെ, സ്പൈഡർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഒരു തട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാവും. വെറുതെ വന്ന കേസ്, ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് കിടക്കണമല്ല, ഇതിൽ നിന്ന് പുറത്ത് കിടക്കാനാണ് എനിക്ക്. ഈ സ്പൈഡറിനെ ഭയങ്കര പേടിയാണ്. ഈ സാധനം എടുത്ത് വായക്ക് ഇങ്ങോട്ട് ഇടും, എന്നിട്ട് ചവിച്ച് മുറിച്ച് അങ്ങോട്ട് കഴിച്ചു. ഈ സ്പൈഡറിന് എനിക്ക് ഭയങ്കര സ്പീഡാണ്. ഇയാൾക്ക് നമുക്ക് ഈ ഗ്രാനിയിൽ മര്യാദക്ക് ഓടാനൊന്നും പറ്റില്ല. കുറച്ച് സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡ് വേണം, നല്ല ഒരു സുഖമുള്ളൂ. നമുക്ക് എന്തായാലും നോക്കട്ടെ. അതിവിടെ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഇറക്കിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തായാലും അടുത്ത സ്ഥലത്ത് പോകാം. എന്തായാലും എന്തായാലും നമുക്ക് ബാഗ് അവിടെ നിന്ന് തന്നെ പോകണം. അവിടെ പോയി ബാഗ് ഓടിപ്പോയി നമുക്ക് എന്തായാലും അത്യാവശ്യം നല്ലോണം സ്പീഡിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത പണി വരും. നമുക്ക് ലിഫ്റ്റ് കയറി പോയിട്ട് ഇവിടുന്ന് നേരെ നമുക്ക് 2 തുറക്കാം. കാരണം നമ്മൾ നേരത്തെ നോട്ടീസ് ഉണ്ടായിരുന്നു 2 എന്നുള്ള നമ്പറായിരുന്നു നമുക്ക് കിട്ടിയത്. പലർക്കും പല നമ്പറായിരിക്കും കിട്ടുക, 1, 2 അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്പറായിരിക്കും കിട്ടുക. എനിക്കിപ്പോൾ 2 ആയതുകൊണ്ട് ഞാൻ 2 എന്നുള്ള ബോക്സാണ് ഞാനിപ്പോൾ തുറന്നത്. അതുകൊണ്ട് പൊട്ടിത്തെറിച്ചില്ല. ഇപ്പോൾ ഞാൻ 1 എന്നാണ് തുറന്നതെന്നുണ്ടെങ്കിൽ
ഞാനിപ്പോൾ ആ ബോക്സ് പൊട്ടിത്തെറിച്ച് ഞാൻ പിന്നെ ചത്തേനെ. ഓക്കെ, ഇവിടെയാണ് റസ്റ്റി പാഡ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ചെയിൻ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യണം. പിന്നെ സിൽവർ കളർ ഉണ്ടില്ലേ, അവിടെയാണ് നമ്മുടെ വുഡൻ സ്റ്റിക്കും കൂടി ഇട്ടാൽ നമുക്ക് ഇവിടുന്ന് ഈ വഴി രക്ഷപ്പെടാൻ പറ്റും. ഈ വഴി ഞാൻ മുമ്പ് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്നാണ് ഈ സ്ഥലത്ത് നിന്ന് തന്നെ എസ്കേപ്പ് ആണ്. എനിക്ക് കുറച്ച് പേടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകാനും കുറച്ച് കഷ്ടപ്പെടും. കാരണം ഞാൻ ചിലപ്പോൾ പേടിച്ചിട്ടൊക്കെ നിൽക്കും. ഇപ്പം എന്താ ചെയ്യുക, എന്തായാലും കുറേ നേരം ഇവിടെ വേസ്റ്റ് ചെയ്യുക. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്താ ഇവിടെ ചാനലൊക്കെ കൊണ്ട് വെച്ചിട്ട് ഞാൻ വലിച്ചപ്പോൾ നോക്കുമ്പോൾ ഹാമറാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഹാമറും കൊണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് മരങ്ങളൊക്കെ നമുക്ക് പറിച്ചെടുക്കാണ്ടതാണ്. ഫസ്റ്റ് തന്നെ ഇവിടുത്തെ അങ്ങോട്ട് കളയാം. ഓക്കെ, ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിലാണ് ഇനി നമുക്ക് മരത്തിനൊക്കെ എടുത്ത് കളയേണ്ടത്. മുകളിൽ 3 എണ്ണം ഇളക്കാം നമുക്ക് ഇവിടുന്ന്. ഓക്കെ, നമുക്ക് ഈ 3 എണ്ണം നമുക്ക് ഇളക്കാം. ഓക്കെ, നമുക്ക് ഇതിന് 1 എണ്ണം എടുക്കാം, ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യാം നമുക്ക്. കാരണം അങ്ങോട്ട് കിടക്കണം. ഇവിടെ ഡോറുണ്ട്, പക്ഷേ ഈ ഡോറിൽ കൂടെ നമുക്ക് ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. കാരണം അത് ലോക്കഡ് ആയിരിക്കും. അത് ഗ്രാനിക്ക് മാത്രം തുറക്കാൻ പറ്റുള്ളൂ. അതെന്ത് പറ്റിയിട്ടാണോ അങ്ങനെ. ഓക്കെ, ഇത് കോഗ്വീലാണ്. കോഗ്വീൽ നമുക്ക് വേണേ ഒന്ന് ഓർത്ത് വെക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. എനിക്കൊന്നും ആവശ്യം വരില്ല എന്ന്, ഇടയ്ക്കിട്ടൊക്കെ ആവശ്യം വരുള്ളൂ. നമുക്ക് ഇവിടുന്ന് നേരെ ക്യാമറ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കയറുമ്പോൾ തന്നെ ഈ ഡോറ് ഓട്ടോമാറ്റിക്കലി അടയും. ഓക്കെ, ഇത് സേഫ് കീ ആണ് കേട്ടോ ഗൈസ്, സേഫ് കീ ആണ്. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, കട്ടിംഗ് പ്ലേയേഴ്സ് കൊണ്ടുവരാം നമുക്ക് ഇങ്ങോട്ട്. കട്ടിംഗ് പ്ലേയേഴ്സ് കൊണ്ടുവന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. കട്ടിംഗ് പ്ലേയേഴ്സ് കൊണ്ടുവന്നിട്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് ഈ ഹാമർ നിലത്തേക്കിടാം. ഇപ്പോൾ നമുക്ക് നേരെ നിലത്തേക്ക് പോകണം. ഓക്കെ, നമുക്കിവിടെ ചാടാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് നമുക്ക് കട്ടിംഗ് പ്ലേയേഴ്സ് എടുത്തിട്ട് വരാം. കട്ടിംഗ് പ്ലേയേഴ്സ് എടുത്തിട്ട് നേരെ നമുക്ക് മുകളിലേക്ക് തന്നെ തിരിച്ചു കയറാം. എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ഏത് കീ ആണ് ഇരിക്കുന്നത്, സേഫ് കീ അല്ലേ ഉള്ളത്. അപ്പോൾ സേഫ് കീ കൂടി എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഓക്കെ, ഇവിടേക്കല്ല സൂക്ഷിച്ചെടുക്കണം, അല്ലേ നിലത്തെടുക്കും. അപ്പോൾ വേഗം നമുക്ക് നമുക്കിവിടെ കട്ട് ചെയ്തിട്ട് നേരെ സേഫ് കീയും കൊണ്ട് തിരിച്ചിറങ്ങാം. ഓക്കെ, ഇപ്പം എന്തായാലും നമുക്കിവിടെ നേരെ സേഫ് കീയും കൊണ്ട് സേഫ് കീ ഉപയോഗിച്ചിട്ട് തുറക്കേണ്ട തട്ട് നമുക്ക് തുറക്കാം. ഓക്കെ, ഇവിടെ ഉള്ളൊരു ഈ ഒരു തട്ടാണ് നമുക്ക് സേഫ് കീ ഉപയോഗിച്ച് തുറക്കേണ്ടത്. ഓക്കെ, കാർ കീ ആണ് കിട്ടിയേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നേരെ കാർ കീ എടുത്തിട്ട് നേരെ ഡിക്ക് കൊടുക്കുക. ഡിക്കിന് മാസ്റ്റർ കീ കിട്ടിയിട്ടുണ്ട്. മാസ്റ്റർ കീയും കൂടി കിട്ടിയോണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്ക് മെയിൻ ഡോറ് വഴി എസ്കേപ്പ് ആവാം. മെയിൻ ഡോറ് വഴി എസ്കേപ്പ് ആവണമെങ്കിൽ തന്നെ അതിന് പാഡ്ലോക്ക് കീയും കൂടി വേണം. ഇനിയിപ്പോൾ അതും കൂടി തപ്പി കിട്ടിയാൽ നമുക്ക് ഈ ഡോറ് വഴി നമുക്ക് എസ്കേപ്പ് ആയി പോകാൻ പറ്റും. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇനി പാഡ്ലോക്ക് കീയും കൂടി തപ്പി പിടിക്കണം. അതിനിപ്പോൾ നമുക്ക് എന്തായാലും സ്ക്രൂ ഡ്രൈവറും കൊണ്ട് നമുക്ക് മറ്റേ സ്പൈഡറിൻ്റെ ആ സ്ഥലത്തേക്ക് പോവാം. അവിടെ സ്ക്രൂ ഒക്കെ അയച്ച് നോക്കുമ്പോൾ കിട്ടി. എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാം. അതിൻ്റെ ഇടയ്ക്ക് ആ സ്പൈഡർ വന്ന് പിടിച്ചില്ലെങ്കിൽ സേഫായിട്ട് എത്തും. ഓക്കെ, വുഡൻ സ്റ്റിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണില്ല, അതെന്താണാവോ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. ഷോർട്ട് ഗണ്ണ് ഔട്ടായിരുന്നല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇനി അങ്ങോട്ട് കടക്കണം. ഈ സ്പൈഡർ അങ്ങോട്ട് പോയി എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചും കൂടി നേരെ ഇവിടെ ഒക്കെ ഉണ്ടായി. നമുക്കൊന്ന് സ്ക്രൂ ഡ്രൈവർ നിലത്തിട്ടിട്ട് സൗണ്ട് ഉണ്ടാക്കാം. അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത് ആ സ്പൈഡർ ഇങ്ങോട്ട് വന്നോളും. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല.
നോക്കട്ടെ. ഓക്കെ, വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒന്നുകൂടി ഇട്ട് നോക്കാം. എന്താ സൗണ്ടൊക്കെ കേൾക്കണ്ടോ? കുറച്ചും കൂടി ബാക്കി കയറണമായിരുന്നു. പിടിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ബാക്കിൽ ഇറങ്ങണമായിരുന്നു, എന്നാലേ ശരിയാവുള്ളായിരുന്നു. ഇപ്പോൾ ബാക്കിൽ ഇറങ്ങാത്തത് കൊണ്ട് തന്നെ പിടിച്ച്. ഡേ 4 ആണിത്. 4ാമത്തെ ദിവസം നമ്മുടെ മുഖത്തൊക്കെ ചോരയാണ്. ഇപ്പം എന്തായാലും ഗ്രാനിനെ ഇങ്ങോട്ട് വരുത്താം. ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ. നല്ല സ്പീഡിൽ തന്നെ വയ്ക്കാലേ ഗ്രാനി ഹിപ്നോട്ടൈസ് ആവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് തന്നെ അടികൊള്ളും. അപ്പോൾ എന്തായാലും നോക്കട്ടെ. ഗ്രാനി വരാം. എന്താണ് ലേറ്റ് ആവുക? ഓക്കെ, വരുന്നുണ്ട് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഇപ്പോൾ ചെയ്ത് നോക്കാം. ഓക്കെ വരട്ടെ. പിന്നെ പണിപാടി. സ്പീഡ് പിന്നെ കുറഞ്ഞ കേസ്. ഇപ്പോൾ ലാസ്റ്റ് ഡേ ആണ്, 5ാമത്തെ ദിവസമാണ്. ലാസ്റ്റ് ഡേ ആണ്. ഇതിലും പാളിയ പിന്നെ നമ്മൾ ഈ കളി തോക്കും. ഓക്കെ, നമുക്ക് എന്തായാലും വേഗം തന്നെ ഗ്രാനിനെ ഇങ്ങോട്ട് വരുത്താം. എന്നിട്ട് ഈ പ്രാവശ്യം നല്ലോണം സ്പീഡിൽ ചെയ്യണം, അല്ലേ പണി പോകണം. ഇതും കൂടി എടുത്ത് അങ്ങോട്ട് വരിക. വേഗം മറ്റേത്. ഓക്കെ, ഇപ്പോഴേ ചെയ്യാം. ഓക്കെ, നല്ലോണം സ്പീഡിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ പിടിക്കപ്പെടും. പോയി ഗൈസ്, 5ാമത്തെ ദിവസം പോയിട്ടുണ്ട്. ഇപ്പം എന്തായാലും ലാസ്റ്റ് ഡേയും കൂടി കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഇതെന്താണ് ഇവിടെ? ഗ്രാനി മിക്കവാറും നമ്മളങ്ങോട്ട് നിലത്തേക്ക് തള്ളിയിടുന്നു. പക്ഷേ കുറച്ച് സ്പീഡ് കുറഞ്ഞു പോയി. നല്ലേ ഓക്കെ ആയേനെ. കുറച്ചും കൂടി സ്പീഡിൽ ചെയ്തായിരുന്നാൽ നമുക്ക് സുഖമായിട്ട് ചെയ്ത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കേസ് ഇങ്ങോട്ട് നമ്മളെ തട്ടിയിട്ട്. അപ്പോൾ കേസ് നമ്മൾ ജസ്റ്റ് മിസ്സിനാണ് ഫെയിലായത്. അപ്പോൾ എന്തായാലും അടുത്തൊരു പ്രാവശ്യം ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവും. എന്തായാലും ഇന്നിപ്പോൾ ജസ്റ്റ് മിസ്സിനാണ്. നമുക്ക് ശരിക്കും പാഡ്ലോക്കും കൂടി കിട്ടിയിരുന്നാൽ നമ്മൾ ഇവിടെ നിന്ന് എസ്കേപ്പായി പോയേനെ. പക്ഷേ നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ കുറച്ച് സ്പീഡ് കുറഞ്ഞു പോയി, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഈ ഇന്ന് തന്നെ എസ്കേപ്പ് ആയേനെ. മുമ്പൊക്കെ ഞാൻ കുറേ എസ്കേപ്പ് ആയതാണ്. ഇപ്പം എന്താ ഭയങ്കര സ്പീഡ് ചെയ്യണമായിരുന്നു. ഞാൻ എപ്പോഴും സ്പീഡ് ചെയ്യാൻ മറക്കും. പണ്ട് ഞാൻ കളിച്ചിരുന്നപ്പോഴൊക്കെ കുറച്ച് സ്പീഡ് ചെയ്താൽ മതി, ഞാൻ ഹിപ്നോട്ടൈസ് ആയി പോയിക്കോളും. പക്ഷേ ഇപ്പോൾ നല്ലോണം സ്പീഡിൽ ചെയ്യണം, എന്നാലേ ആവുള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ്, ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്. അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മൾ എസ്കേപ്പ് ആവുന്നതായിരിക്കും. ബൈ.